نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن أصدق الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون സ്നേഹാദരണീയരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും റഹ്മാനായ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ കഴിവിൻ്റെ പരമാവധി സൂക്ഷിച്ച് നല്ല ഭക്തരായി ജീവിക്കണം എന്നെന്നോടെന്ന പോലെ ഓരോരുത്തരോടും ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൻ്റെ അവസാനം അള്ളാഹുവിന് പ്രിയപ്പെട്ടവരായി ഈ ദുനിയാവിൽ നിന്ന് അവസാനിച്ചു പോകണം എന്നത് നമ്മൾ എത്രമാത്രം തീവ്രമായി ആഗ്രഹിക്കുന്നുണ്ടാവും. നമ്മൾ ഈ ദുനിയാവെന്ന് നമ്മുടെ അവസാനത്തോടെ അള്ളാഹുവിൻ്റെ കാരുണ്യത്തോടെ അവനെ കണ്ടുമുട്ടണം എന്ന നമ്മളുടെ ഒരു മനസ്സിന്റെ ഇച്ഛ, അത് എത്രമാത്രം ശക്തമായിട്ട് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്. നമ്മളോട് ചോദിച്ചാൽ മതി. ഒന്നുകൂടി മനസ്സിലാകാൻ വേണ്ടി പറയാണ്. ഇപ്പൊ ഈ ഒരു SSLCയുടെയോ +2-ന്റെയോ അല്ലെങ്കിൽ ഡിഗ്രിയുടെയോ നമ്മുടെ മക്കൾ എഴുതുന്ന ഏതെങ്കിലും PSC പരീക്ഷ, അതിൽ ഏതെങ്കിലും ഒരു പരീക്ഷയുടെ റിസൾട്ട് കാത്തു നിൽക്കുകയാണ്. നമ്മളും നമ്മുടെ മക്കളും ഇന്ന് വരിക. ആ സമയത്ത് വിജയിക്കുവാൻ, നമ്മൾ വിചാരിച്ച മാർക്ക് കിട്ടാൻ നമ്മുടെ മക്കളും നമ്മളും ആഗ്രഹിക്കുന്ന ഒരു ആഗ്രഹത്തിനൊരു ശക്തി ഉണ്ടല്ലോ, ആ കൊതിക്കൊരു ശക്തി ഉണ്ടല്ലോ. ആ ശക്തിയെ നമ്മുടെ ജീവിതത്തിന്റെ അവസാന സമയത്ത് നമ്മുടെ അടുക്കലേക്ക് അള്ളാഹു നിശ്ചയിച്ച മലക്കുൽ മൗത്ത് വരുന്നു. എന്നിട്ട് നമ്മളോട് സമാധാനത്തോടുകൂടി മരിക്കാനിട്ടോ നമ്മളോട് പറയുന്നു. നമ്മുടെ ആത്മാവിനെ പിടിക്കുന്നു. എന്നിട്ട് ആ ആത്മാവിനെ പട്ടുകൊണ്ട് പൊതിയുന്നു, സുഗന്ധം പൂശുന്നു. അള്ളാഹുവിന്റെ പക്കലേക്ക് ഓരോ കവാടങ്ങളിലും മലക്കുകളുടെ സലാമോടുകൂടി നമ്മളെ യാത്രയാക്കുന്നു. അങ്ങനെയുള്ള ആ ഒരു മരണത്തെ, ആ ഒരു അവസാന സമയത്തെ നമ്മൾ നമ്മുടെ മക്കളുടെ റിസൾട്ടുമായി ബന്ധപ്പെടുത്തി ആലോചിക്കുമ്പോൾ എത്രമാത്രം ആഗ്രഹിക്കുന്നുണ്ടാവും. സത്യത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കേണ്ടതും ഇഷ്ടപ്പെടേണ്ടതും കൊതിക്കേണ്ടതും സത്യത്തിൽ ഇങ്ങനൊരു അവസാനല്ലേ. ലോകത്തെ ഏറ്റവും സൗന്ദര്യമുള്ള വ്യക്തിയാണ് യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാം. ഹദീസിൽ അങ്ങനെ വന്നതുകൊണ്ടാട്ട് അങ്ങനെ തന്നെ പറയുന്നത്. ആ യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാം ജ്യേഷ്ഠാനുജന്മാരെ കൊണ്ട് അല്ലെങ്കിൽ ജ്യേഷ്ഠന്മാരെ കൊണ്ട് കിണറിൽ അകപ്പെട്ടു. പിന്നീട് വിൽപ്പനച്ചരക്കായി മാറി. പിന്നീട് കുതന്ത്രങ്ങൾ വഴി ജയിലിൽ അകപ്പെട്ടു. അവസാനം രാജാവായി സമ്പത്തുകൾ തിരികെ കിട്ടി. മാതാപിതാക്കളെയും സഹോദരങ്ങളെയും ഒക്കെ തിരികെ കിട്ടിയതിനു ശേഷം
മനസ്സിൽ ആഗ്രഹിച്ച കൊതിച്ചതെല്ലാം കിട്ടിയതിനു ശേഷം യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം പ്രാർത്ഥിച്ച പ്രാർത്ഥനയാണ് തവഫനി മുസ്ലിമൻ വൽഹഖ്നി ബിസ്വാലിഹീൻ. അല്ലാഹുവേ, ഇനി എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ കൊതി ഈ ദുനിയാവെന്ന് മുസ്ലിമായി നിന്റെ അനുഗ്രഹത്തോടെ മരിച്ചു പോകുക എന്നുള്ളതാണ്. അതിന് നീ എന്നെ നല്ലവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തണമേ എന്നാണ്. സോ എന്തുകൊണ്ടാണ് അങ്ങനെ പ്രാർത്ഥിക്കാനുള്ള കാരണം എന്നറിയോ? നമ്മൾ എപ്പോഴെങ്കിലും നമ്മുടെ മരണം അള്ളാഹുവിന് പ്രിയപ്പെട്ടതാകാൻ വേണ്ടി പ്രാർത്ഥിച്ചതുകൊണ്ട് മാത്രം കാര്യമില്ല. ഞാനൊന്ന് ആലോചിക്കുകയാണ്. ഒരു യുവാവ്, അദ്ദേഹം ഡോക്ടറാണ്, പുതിയൊരു വാഹനം വാങ്ങി. പറയുന്നതൊക്കെ മുസ്ലിമീങ്ങളെ കുറിച്ചിട്ടാട്ടോ. ഒരു നല്ലൊരു വാഹനം, കാറ് വാങ്ങി. അപ്പൊ കൂട്ടുകാരെല്ലാവരും കൂടി പറഞ്ഞു ചെലവ് വേണമെന്ന് പറഞ്ഞു. നാട്ടിൽ വെച്ച് ചെലവ് കൊടുത്താൽ, അവരുദ്ദേശിക്കുന്ന ചെലവ് കൊടുത്താൽ മാനക്കേടാണെന്നുള്ളത് കൊണ്ട് നാട്ടിൽ നിന്ന് ആരും കാണാത്ത സ്ഥലത്ത് പോയി അവിടെ വെച്ച് അവർ വട്ടം കൂടി ബീവറേജ് ഷോപ്പിൽ പോയി വാഹനം വാങ്ങിയതിന്റെ ചെലവായിട്ടവർ മദ്യം ഉപയോഗിച്ചു. തിരിച്ചു വന്നു. പുതിയ വണ്ടിയാണ്. തിരിച്ചു വന്നു. നാട്ടിലേക്ക് എത്തുന്നതിന്റെ തൊട്ട് മുമ്പ് ആ വാങ്ങിയ മറ്റുള്ളവർക്ക് ചെലവ് കൊടുത്ത മുസ്ലിം ഡോക്ടർ ഛർദിച്ചു. ആ ഛർദിൽ വാഹനത്തിലാകാതിരിക്കാൻ വേണ്ടി 2 കൈകൾ ഉപയോഗിച്ചിട്ട് വായ പൊത്തിയതാണ്. തരിമൂക്കിലേക്ക് അതിന്റെ അവശിഷ്ടങ്ങൾ കയറി ആ വാഹനത്തിലെ മറ്റു കൂട്ടുകാരുടെ മടിയിലേക്ക് അവൻ ദുനിയാവിൽ നിന്ന് യാത്രയായാണ് മരിച്ചു വീണു. നമ്മൾ ആലോചിക്കേണ്ടത്, അവൻ അള്ളാനെ കണ്ടുമുട്ടാൻ വേണ്ടി പോയി. എങ്ങനെ? കുടിച്ചു കൊണ്ടുപോയി. ഇതാണ് മരണം എന്ന് പറഞ്ഞാൽ. ഇതാണ് നമ്മളിൽ ഒരാൾക്ക് വരാൻ പോണ അവസാനം എന്ന് പറഞ്ഞാൽ. നമ്മൾ ഈ പറയുന്ന തത്വത്തിന്റെ പുറത്തുള്ള സത്യസന്ധത ഇതാണ്. അവൻ ഇനി ഒരു ജീവിതമല്ല, അവൻ അള്ളാഹുവിന്റെ അടുക്കലേക്ക് പോയി. എങ്ങനെ പോയി? കുടിയനായി ഛർദിച്ച് തരിമൂക്കിലേക്ക് ഛർദിയുടെ അവശിഷ്ടവുമായിട്ട് പോയി. റമദാനിൽ തറാവീഹ് നമസ്കാരം കഴിഞ്ഞ് അവസാനത്തെ പ്രാർത്ഥനയും ഒക്കെ കഴിഞ്ഞ് ആളുകൾ പള്ളിയിൽ നിന്ന് പോയി. ആ പള്ളിയുടെ മുഴുവൻ ലൈറ്റും AC ഒക്കെ ഓഫാക്കി സുബഹിയുടെ മുമ്പ് എത്താൻ വേണ്ടി പള്ളി മുഴുവൻ പൂട്ടിയിട്ട് ചാവിയുമായിട്ട് പോകുന്നൊരു യുവാവ് പാടവക്കത്ത് കൂടെ അങ്ങനെ പോകുകയാണ്. രാത്രി മഴയിൽ ഇലക്ട്രിക് കമ്പി പൊട്ടി താഴെ വീണത് സാധു അറിഞ്ഞിട്ടില്ല. അതിൽ പോയി ചവിട്ടി ഷോക്കടിച്ചു മരിച്ചു. അവനും അള്ളാഹുവിനെ അവസാനമായി കണ്ടുമുട്ടിയത് അങ്ങനെയാണ്. എങ്ങനെ സോങ്ങളെ? പള്ളി മൊത്തം പൂട്ടി, ആളുകൾക്ക് നിസ്കരിക്കാൻ സൗകര്യം ഉണ്ടായിക്കൊടുത്ത്, അവസാന പ്രാർത്ഥന കഴിയുന്നവരെ കാത്തുനിന്ന് പള്ളികൾ പൂട്ടി സുബഹിക്ക് വരാനുള്ള നീയത്തുമായി പടച്ചോനോട് പ്രാർത്ഥിച്ചു പോക വഴി അള്ളാഹുലേക്ക് പോയി. 2 പേരാണ്. ഒരാൾ കുടിച്ചുകൊണ്ട് അള്ളാഹിനെ കണ്ടുമുട്ടി. രണ്ടാമത്തെയാൾ അള്ളാഹുവിന്റെ പള്ളിയിൽ നടന്നു പോകവേ പടച്ചോനെ കണ്ടുമുട്ടി. സഹോദരങ്ങളെ, ഇതിൽ നമ്മൾ എങ്ങനെയാകണം എന്നത് നമ്മുടെ തീരുമാനമാണ്, നമ്മുടെ ആഗ്രഹവും നമ്മുടെ പ്രവർത്തനവുമാണ്. അതുകൊണ്ടാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ പ്രാർത്ഥിക്കാറുണ്ടായിരുന്നത്. അല്ലാഹുമ്മ, അല്ലാഹുവേ, അഹ്സിൻ ആഖിബതനാ ഫിൽ ഉമൂരി കുല്ലിഹാ, എന്റെ ജീവിതത്തിലെ എല്ലാ പ്രവർത്തനങ്ങളുടെയും അവസാനം നന്നാക്കണം, മരണം അവസാനം നന്നാക്കണം. ഞാൻ തുടക്കത്തിൽ ഭയങ്കര പ്രവർത്തകനായിരുന്നു. ഞങ്ങൾ ചെറുപ്പത്തിൽ ഇവിടെ ഭയങ്കര സജീവമായിരുന്നു. എന്റെ വാപ്പയും വല്യാപ്പയൊക്കെയാണ് പള്ളി മദ്രസ ഒക്കെയാണ്. അൽഹംദുലില്ലാഹ്, നല്ല കാര്യമാണ്. പക്ഷെ പടച്ചോനെ, അതുകൊണ്ട് ഞാൻ മരിക്കണ സമയം നന്നായെങ്കിലേ നാഥ എനിക്ക് സ്വർഗം കിട്ടുള്ളൂ, നിന്റെ കാരുണ്യം കിട്ടുള്ളൂ. നാഥ നീ അത് നന്നാക്കണമേ എന്ന് പ്രവാചകന് പ്രാർത്ഥിക്കാനുള്ള കാരണം, സഹോദരങ്ങളെ, ലോകത്ത് ഒരു മുസ്ലിമും തോന്നിവാസിയായി അള്ളാനെ കണ്ടുമുട്ടണമെന്ന് ആഗ്രഹിച്ച് ജീവിക്കണോലില്ല. മറിച്ച് ജീവിതത്തിൽ പടച്ചോൻ പറഞ്ഞ പോലെ ജീവിക്കാതിരിക്കുമ്പോൾ പര്യാവസാനം അങ്ങനെയാകുന്നതാണ്. കഴിഞ്ഞ മാസങ്ങൾ പത്രത്തിൽ വായിച്ചില്ലേ? ഞാൻ പറഞ്ഞു, വീണ്ടും പറയാൻ, മുസ്ലിമീങ്ങളെ കുറിച്ച് മാത്രമാണ്. വീഡിയോ ക്യാമറയിൽ ഏതോ സ്ത്രീയുമായി തോന്നിവാസം ശരീരം മുഴുവൻ കാണിച്ചെടുത്ത് അവസാന ഹണി ട്രാപ്പ് പെട്ട് ഇവിടെ നിന്ന് കൊച്ചിയിലേക്ക് പോയി അവിടെ റൂമിലേക്ക് ക്ഷണിച്ച് അവിടെ നിന്ന് ബാക്കി ശാരീരികമായ വ്യഭിചാരത്തിന്റെ പൂർത്തീകരണം അവിടെ വെച്ച് നടത്താന്ന് പറഞ്ഞ് അവിടെ പോയി അവിടെ നിന്ന് പൈസയുടെ ബാക്കി ചോദിച്ചു മൽപ്പിടുത്തം നടത്തി തലക്ക് അടി ഇരുമ്പ് കൊണ്ട് അടി കൊണ്ട് മരിച്ചു. മുസ്ലിം മരിച്ചു. നിങ്ങൾ ആലോചിച്ചു, അവന്റെ ജീവിതത്തിൽ ഒരിക്കൽ പോലും അവൻ മദ്രസയിൽ പഠിക്കുമ്പം, അങ്ങാടിയിൽ ജീവിക്കുമ്പം, റമദാനിൽ കൂടെ കടന്നു പോകുമ്പം, വെള്ളിയാഴ്ച പള്ളിക്കഴിഞ്ഞ് അവസാനം 2ാം ഖുത്ബയ്ക്കായിക്കോട്ടെ വരുമ്പോ എന്റെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും അവൻ ആലോചിച്ചിട്ടുണ്ടാവുമോ, ഞാൻ അള്ളാഹുവിനെ കണ്ടുമുട്ടേണ്ട അവസാന സമയം ഒരു ഹണി ട്രാപ്പ് പെട്ട്
ലോഡ്ജ് മുറിയിൽ വെച്ച് ആളുകളുടെ തല്ലുകൊണ്ട് തല പൊട്ടിപ്പിളർന്ന് അങ്ങനെയാണ് ഞാനൊരു വ്യഭിചാരിണിയുടെ മുമ്പിൽ വെച്ചിട്ടാണ് മരിക്കാന്ന് കിനാവ് കണ്ടിട്ടുണ്ടാവോ? ഉണ്ടാവില്ലല്ലോ. പക്ഷെ അങ്ങനല്ലേ മരിച്ചത്. അങ്ങനല്ലേ മരിച്ചത്. ഭർത്താവിനോട് ദേഷ്യപ്പെട്ട് അപ്പോഴത്തെ വൈകാരികതയിൽ നരമ്പ് മുറിച്ച് ആരും രക്ഷപ്പെടുത്താനില്ലാതെ ആത്മഹത്യ ചെയ്ത് മരിച്ച എത്ര മുസ്ലിം കുട്ടികളും പെൺകുട്ടികളും എത്രയോ ഭാര്യമാരുണ്ട്. അവര് കരുതിക്കുട്ടി ചെയ്തല്ല, ആ വികാരത്തിൽ ചെയ്താണ്. പക്ഷേ ആഖിബത്ത്, അവസാന സമയം പടച്ചോന്റെ വെറുപ്പോടുകൂടി ദുനിയാവെന്ന് പോവുകയാണ്. സഹോദരങ്ങളെ, അങ്ങനെ പോയാലോ കഴിഞ്ഞു നമ്മുടെ ജീവിതം, കഴിഞ്ഞു. അള്ളാഹുവിനോട് ആ പ്രാർത്ഥന ബാക്കി എന്താ അറിയോ? അല്ലാഹുമ്മ അഹ്സിൻ ആഖിബതനാ ഫീ ഉമൂരി കുല്ലിഹാ. എല്ലാ പ്രവർത്തനത്തിലും മരണത്തിൽ പോലും പടച്ചോനെ അവസാനം നന്നാക്കണം. ഒരു ആത്മഹത്യ ചെയ്ത് മരിച്ചു പോകുക, നിന്റെ ശാപം കിട്ടി മരിച്ചു പോകുക, കുടിയനായി മരിച്ചു പോകുക, കാഫിറായി മരിച്ചു പോകുക, നിന്നെ പറ്റി മോശം വിചാരിച്ച് മരിച്ചു പോകുക, പടച്ചോൻ ഉണ്ടാക്കരുത്. വഅജിർനാ മിൻ ഖിസിയ്യി ദുനിയ, ദുനിയാവിൽ അപമാനിതനാകുന്ന ഒരു അവസ്ഥ ഉണ്ടാകരുത്. വഅദാബൽ ആഖിറ, പടച്ചോനെ പരലോകത്ത് ശിക്ഷയ്ക്ക് വിധേയമാകുന്ന ഒരു അവസ്ഥ ഉണ്ടാകരുത്. സഹോദരങ്ങളെ, നമുക്ക് തീരുമാനിക്കാൻ കഴിയണം. ഞാനതുകൊണ്ടാണ് ചോദിച്ചത്, നമ്മുടെ മനസ്സിന്റെ കൊതി സത്യത്തിൽ എങ്ങനെയാണ്? എന്ത് വന്നാലും പടച്ചോനെ, നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ആ ഡോക്ടറായ അവന്റെ ജീവിതത്തിൽ ഈ ദുനിയാവിൽ എല്ലാം കിട്ടിയവനാണ്. ചെറുപ്രായത്തിൽ ഡോക്ടറായി, നാട്ടിൽ സ്വീകരണം ഉണ്ടാകും, നല്ല വിവാഹം കന്നിട്ടുണ്ടാകും, പൈസ ഉണ്ടാവും, ഒക്കെ ഉണ്ടാവും. പക്ഷെ മരിച്ചത് എങ്ങനെയായില്ലേ? രണ്ടാമത്തവൻ ചിലപ്പോ ആ നാട്ടിൽ പാവപ്പെട്ടവനായിരിക്കും, അതുകൊണ്ട് ആ പള്ളിയൊക്കെ അങ്ങനെ നോക്കിയെടുക്കണ്. പക്ഷെ അവൻ അവസാനമായി പടച്ചോൻ ഇഷ്ടപ്പെട്ട രൂപത്തിൽ മരിച്ചുപോയി. നമ്മുടെ ആഗ്രഹം എന്താണ് ആകണ്ടേ? അള്ളാഹുവേ, എന്റെ കച്ചവടത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഉണ്ടാകും, ലാഭം നഷ്ടമുണ്ടാവും, ഞാൻ വിചാരിച്ച പോലെ ഇപ്പൊ എന്റെ വീട് പണിയോ അല്ലെങ്കിൽ എന്റെ മക്കളുമായി ബന്ധപ്പെട്ട കല്യാണോ ഇതൊക്കെ നടന്നിട്ടില്ലൊക്കെ വരാം. ഞാൻ വിചാരിച്ച പോലെ ഒക്കെ നടക്കണമെന്നില്ല. എന്നാലും പടച്ചോനെ, അവസാനം ഒരു അറ്റാക്ക് വന്ന് മരിക്കുമ്പം, ഒരു സ്ട്രോക്ക് വന്ന് കടന്ന അവസാന മരണത്തിൽ അവസാനിക്കുമ്പം, ഒരു ആക്സിഡന്റിൽ മരിക്കുമ്പം, പടച്ചോനെ നിന്റെ കാരുണ്യത്തിലും റഹ്മത്തിലും മരിക്കാനുള്ള തൗഫീഖ് ഉണ്ടാകണമേ എന്നത് നമ്മുടെ മനസ്സിന്റെ കൊതിയായി വരണം. യൂസുഫ് നബിയുടെ കൊതി പോലെ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൊതി പോലെ നമ്മുടെ മനസ്സിലെ കൊതിയായി വരണം. അതിനെന്ത് വേണം സുഹൃത്തുക്കളെ? കൊതിക്കുന്നതോടൊപ്പം നമ്മൾ അതിനു വേണ്ടി തയ്യാറാകണം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാൻ, ഈ മരണം നമുക്ക് കിട്ടാൻ നമ്മൾ ചെയ്യേണ്ട ഒന്ന് രണ്ട് കാര്യമുണ്ട്. ഒന്നെന്താ അറിയോ? ഒന്ന് ഇസ്തിഖാമത്ത്. ഞാൻ പറഞ്ഞ അവസാന സമയം ആവർത്തിക്കുന്നു, അപമാനിതനാകാതെ പടച്ചോൻ ഇഷ്ടപ്പെടാത്ത അവസ്ഥയിൽ മരിച്ചു പോകാതിരിക്കാൻ നമ്മൾ എടുക്കേണ്ട മുന്നൊരുക്കങ്ങളെ കുറിച്ചിട്ടാണ് പറയുന്നത്. ഒന്ന് ഇസ്തിഖാമത്ത്. ഇസ്തിഖാമത്ത് എന്ന് പറഞ്ഞാൽ ദീനിൽ ഉറച്ചു നിൽക്കുക. അതിന്റെ അർത്ഥം തരാം. ഞാൻ ലളിതമായിട്ട് പ്രായോഗികമായിട്ട് പറയട്ടോ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കിലേക്ക് വന്നിട്ട് നബിനോട് ചോദിച്ചു, നബിയെ, എനിക്ക് ജീവിതത്തിൽ സ്വർഗം കിട്ടണ ഏറ്റവും നല്ലൊരു കാര്യം മറ്റൊരാളും ചോദിക്കാത്തൊരു കാര്യം പറഞ്ഞേരി. പ്രവാചകന്റെ വാക്ക്, വിശ്വാസികളായ നമ്മളോട് പ്രവാചകൻ പറഞ്ഞ വാക്കാൻ എന്താണ്? നീ അള്ളാഹുവിനെ സൂക്ഷിക്കണം. ഖുൽ ആമൻതു ബില്ലാഹ്, അള്ളാഹുവിൽ വിശ്വസിച്ചു എന്ന് നീ പറ. സുമ്മസ്തഖിം, മനസ്സിലാക്കിയ ദീനിൽ നീ ഉറച്ചു നിന്നാ മതി. ഞാൻ വളരെ ഹൃദയത്തിൽ നിന്ന് പറയാണ് സഹോദരങ്ങളെ, നമ്മുടെ ചുറ്റുഭാഗത്തുമുള്ള ആളുകൾ ചിലപ്പോൾ ഈ ഖുത്ബ കേൾക്കുന്നവരോ കേൾക്കുന്നതിനനുസരിച്ച് ജീവിക്കണമെന്ന് താല്പര്യമുള്ള ആൾക്കാരോ ആകൂല. അപ്പൊ അതുകൊണ്ട് പല വിഷയത്തിലും വ്യത്യസ്തങ്ങളായ നിലപാടുണ്ടാവും. അവിടെ നമ്മൾ ഒച്ചിമ്പുളി ഉണ്ടാക്കണമെന്നില്ല, നമ്മൾ അവിടെ വന്നിട്ട് യുദ്ധം വെട്ടണമെന്നില്ല. പക്ഷെ നമ്മുടെ ദീനിൽ ശാന്തമായി സമാധാനത്തോടെ എനിക്ക് അതാണ് പറ്റിയടാ, ഇതെനിക്ക് പറ്റൂലട്ടോ, അതുകൊണ്ടാണ് ട്ടോ എന്ന് പറയാനുള്ള ഈമാൻ നമ്മൾക്കുണ്ടാകുമ്പോഴേ മരണം ഈമാനിൽ വരുള്ളൂ, അല്ലെങ്കിൽ വരൂല. ഇപ്പൊ ടീച്ചർമാരുണ്ടാവും, വെക്കേഷനിൽ ടീച്ചർമാരും കുട്ടികളൊക്കെ ഉണ്ടാവും. ഇപ്പൊ സ്കൂളുകളിൽ അല്ലെങ്കിൽ നമ്മുടെ ഓഫീസുകളിൽ നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥലത്ത് ഏതെങ്കിലും പടച്ചോൻ ഇഷ്ടമില്ലാത്ത ഏതെങ്കിലും തോന്നിവാസപരമായ ഒരു ആഘോഷത്തിൽ അവിടുത്തെ ബാക്കിയുള്ള ടീച്ചർമാരോ ബാക്കിയുള്ള സ്റ്റാഫുകളോ ഒരു ഹാഫ് ബ്ലൗസും തലയുടെ പകുതി ഭാഗം മാത്രം ഷാളും എന്നിട്ട് ഏതെങ്കിലും ഒരു സെറ്റ് മുണ്ട് കൊടുത്താണ്ട് തിരുവാതിര ഡാൻസ് വരുമ്പം നമ്മളെ പേരെഴുതുമ്പോൾ നമ്മൾ പറയാ, നോക്കൂ ആ കുട്ടികൾക്കുള്ള കിറ്റ് വിതരണത്തിൽ ഞാൻ 4 കിറ്റ് ഏറെ വാങ്ങട്ടോ, ഇതെനിക്ക് പറ്റാത്തോണ്ടാട്ടോ. ഒച്ചമ്പിളൊന്നും ഉണ്ടാക്കണ്ട, സ്ഥാപനങ്ങളാവുമ്പോ അങ്ങനെ ഉണ്ടാവും. പക്ഷെ അതിൽ ഞാനില്ല എന്ന് പറയാൻ എനിക്ക് ഗഡ്സ് ഉണ്ടാകണം. അതാണ് ഇസ്തിഖാമത്ത്. അതാണ് ഇസ്തിഖാമത്ത്. എല്ലാരും അങ്ങനെയാകുമ്പോ പിന്നെ ഞാൻ അങ്ങനെ ആയിട്ടില്ലെങ്കിൽ മോശല്ലേ? അത് ഇസ്തിഖാമത്തല്ല, അത് ഇസ്തിഖാമത്തല്ല. നമ്മുടെ നാട്ടിൽ പടച്ചോൻ ഇഷ്ടമില്ലാത്തതിന്റെ പേരിൽ ഒരു വേള ഷിർക്കിലേക്കോ കുഫറിലേക്കോ എത്തുന്ന ഭക്ഷണങ്ങൾ നമ്മുടെ നാട്ടിലൂടെ വിതരണം ചെയ്യുമ്പം
അത് നേരത്തെ നമ്മൾ പല ഖുതുബിലും പറഞ്ഞ പോലെ അരിയല്ലേ, അയലോക്കക്കാരനല്ലേ, അമ്മായിമയല്ലേ? അല്ല ഇമ്മ, അതെനിക്ക് കഴിക്കാൻ പാടില്ലാത്തോണ്ടാട്ടോ. കാരണം അള്ളാഹു അല്ലാത്തവർക്ക് നേർച്ച നേർന്നതോ പടച്ചോൻ ഇഷ്ടമില്ലാത്ത രൂപത്തിൽ അറുത്തതോ ആയ ഭക്ഷണം കഴിക്കാൻ പാടില്ല എന്നുള്ളതുകൊണ്ടാണ്. അതാണ് ഇസ്തിഖാമത്ത്. അത് നമ്മൾ ഒച്ചമ്പുളിയൊന്നും ഉണ്ടാക്കണ്ട, മാന്യായിട്ട് പറഞ്ഞാൽ മതി. സഹോദരങ്ങളെ, എന്തുകൊണ്ടാണ് പറയണമെന്നറിയോ? ഇല്ലെങ്കിൽ ഞാനടക്കമുള്ള മുഴുവൻ ആൾക്കാരോടും ചോദിക്കാൻ, ഞാൻ അല്ലെങ്കിൽ എന്റെ ഭാര്യ സ്റ്റേജിൽ നാട്ടുകാർക്ക് ഒപ്പിച്ചുകൊണ്ട് ഒരു തിരുവാതിര ഡാൻസ് കളിക്കാൻ ഇരിക്കോളി, അതിന്റെ ഇടക്ക് ഒരു ശ്വാസം മുട്ടൽ വന്നിട്ട് മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി മരിക്കുകയാണെങ്കിൽ അവസാനത്തെ മരണം എങ്ങനെയുള്ള മരണമാണ്? പടച്ചോൻ ഇഷ്ടപ്പെട്ട മരണ അല്ല. എന്നാൽ അതിൽ പങ്കെടുക്കാതെ അവിടെയുള്ള എല്ലാ നന്മകളിലും കൂടിയ ഒരാൾക്ക്, ഒരു ടീച്ചർക്ക്, ഒരു സ്റ്റാഫിന് നെഞ്ചുവേദന വന്ന് ആശുപത്രി കൊണ്ടുപോകുമ്പോഴോ പടച്ചവൻ നിരോധിച്ചൊരു കാര്യത്തുനിന്ന് മാറി നിൽക്കുകയും അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട ഒരു പുണ്യത്തിൽ പങ്കുചേരുകയും ചെയ്തതിന്റെ നന്മയുള്ള മരണമായി മാറും. അതിനെന്ത് വേണം? ഇസ്തിഖാമത്തുണ്ടാകണം. അതുകൊണ്ടാണ് ഖുർആൻ അങ്ങനെ തന്നെ പറഞ്ഞത്. ഇന്നല്ലദീന ഖാലു റബ്ബുനല്ലാഹ്, രക്ഷിതാവ് അള്ളയാണ് പ്രഖ്യാപിക്കുക. സുമ്മസ്തഖാമു, എന്നിട്ട് ആ ദീനി നോക്കൂ, അതിൽ എനിക്ക് പങ്കെടുക്കാൻ പറ്റും, ഇതിൽ എനിക്ക് കഴിയാത്തതുകൊണ്ടാട്ടോ. നമ്മുടെ നാട്ടിലൊരു സെക്യുലർ ഫാസിസം ഉണ്ട്. ഇൻഷാ അല്ലാഹ് നമുക്കൊരു ഖുത്ബ തന്നെ പറയണ്ടോ സെക്യുലർ ഫാസിസം. അതെന്താന്ന് വെച്ചാൽ ഇതാണ് ശരി, ഇതാണ് തെറ്റ് എന്ന് പറയാൻ പാടില്ല. അങ്ങനെ പറയുന്നത് ഫാസിസമാണ് എന്നൊരു ചിന്ത നമ്മളിൽ അറിയാതെ അള്ളാഹുവാണ് ആരാധനക്കർഹൻ, അല്ല അല്ല മാത്രമാണ് ആരാധനക്കർഹൻ എന്ന് പറയാൻ പാടില്ല. അല്ല ആരാധനക്കർഹനാണ്, മറ്റൊരാളും ആരാധനക്കർഹനാണ് എന്ന് പറയുമ്പോഴേ നമ്മൾ നല്ല ആളാകുള്ളൂ എന്ന ഒരു സെക്യുലർ ഫാസിസം നമ്മക്കിടയിൽ നടപ്പിലാണുണ്ട്. ഇൻഷാ അല്ലാഹ് പിന്നീട് നമുക്ക് സംസാരിക്കാം. അതിനെതിരെ നമ്മുടെ ജീവിതം കൊണ്ടും ദീന് കൊണ്ടും ശക്തമായ നിലപാടുകൾ കൊണ്ടും മാന്യമായ പെരുമാറ്റം കൊണ്ടും ദീനിൽ ഉറച്ചു നിൽക്കേണ്ട ആൾക്കാരാണ് നമ്മള്. എല്ലാ ഹറാമുകളും പോയി നിൽക്കേണ്ടവരല്ല. ഹറാമായ കാര്യങ്ങൾ അതെനിക്ക് പറ്റൂല, എന്നാൽ ഞാൻ കമ്പനിന്റെ ഭാഗമാണ്, ഞാൻ ഇതിലുണ്ടാകും. മദ്യം പളമ്പൊരു സദസ്സ്, എടാ അവിടെ എനിക്ക് ഇരിക്കാൻ പറ്റൂല കേട്ടോ, എന്നാൽ ഞാൻ അപ്പുറത്തുണ്ട് കേട്ടോ, കഴിഞ്ഞിട്ട് നിങ്ങൾ വരും, നമുക്ക് ബിസിനസ് ബാക്കി ചർച്ച ചെയ്യാം. അതാണ് നിലപാട്. ആ നിലപാടുള്ളവൻ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, മദ്യം പളമ്പൊരു സദസ്സിൽ ഞാൻ കുടിക്കണില്ല, പക്ഷെ അള്ളാന്റെ റസൂല് പറഞ്ഞാണ് അതിലിരിക്കരുത്. ഞാൻ അവിടെ ഇരുന്നു കൊണ്ടിരിക്കെ എനിക്കെങ്ങാനും ഒരു അപകടം പറ്റി അവിടെ വെച്ച് മരിക്കുകയാണെങ്കിൽ നിങ്ങൾ പറയും ഹൃദയത്തുനിന്ന് ഇസ്ലാമിക ഫത്വ, പടച്ചോൻ ഇഷ്ടപ്പെട്ട മരണാണോ അല്ല പടച്ചോൻ വിരോധിച്ച മരണാണോ? ഇതാണ് തീരുമാനം. ഏത് വിഷയത്തിലും യുവാക്കളെ, മക്കളെ, പെൺകുട്ടികളെ, ആൺകുട്ടികളെ, മുതിർന്നവരെ, അള്ളാഹു നിരോധിച്ചതോ പടച്ചോൻ വേണ്ട എന്ന് പറഞ്ഞതോ ആയ കാര്യത്തിൽ നമുക്ക് ശാന്തമായ എന്നാൽ ശക്തമായ നിലപാടിനാണ്. അതാണ് ഇസ്തിഖാമത്ത്. അതുണ്ടെങ്കിൽ നല്ല മരണം കിട്ടും. രണ്ടെന്താ അറിയോ? രണ്ടാമത്തത്, പണ്ഡിതന്മാർ ആ വിഷയത്തിൽ പ്രവാചകന്റെ ഹദീസ് ഉദ്ധരിച്ചുകൊണ്ട് പറഞ്ഞത് മുഹാഫളത്തു അലസ്വലാ. കേട്ട് എത്രയോ വട്ടം കേട്ടതാട്ടോ. നമസ്കാരം നിലനിർത്തുന്നവനെ നല്ല മരണം കിട്ടൂ. അതെന്തുകൊണ്ടാണ് സുഹൃത്തുക്കളെ അങ്ങനെ പറയാൻ കാരണം? നമസ്കാരം കാത്തു സൂക്ഷിക്കുന്നവന് മാത്രമേ ആദ്യം പറഞ്ഞ ഇസ്തിഖാമത്തിക്ക് എത്താൻ കഴിയുള്ളൂ, നിലപാടെടുക്കാൻ കഴിയുള്ളൂ. നിങ്ങൾ നോക്കിക്കോളിൻ, അഴകൊഴമ്പൻ നിലപാടുകൾ എടുക്കുന്ന അധിക ആൾക്കാരും നമസ്കാരത്തിന്റെ വിഷയത്തിൽ ശക്തമായ താല്പര്യം മെല്ലെ മെല്ലെ കുറഞ്ഞു വന്നോലെ കാരണം. എനിക്കിതിൽ അത്ഭുതം എന്താ അറിയോ? ഏറ്റവും വലിയ അത്ഭുതം, നമ്മുടെ നാടുകളിൽ പോലും പ്രായമെത്തിയിട്ട് പോലും ഇപ്പോഴും നിസ്കരിക്കാത്തവരുണ്ട് എന്നുള്ളത് സൗങ്ങളെ എത്ര വലിയ സങ്കടം കറിയോ. 60 വയസ്സ്, 70 വയസ്സ്, 50 വയസ്സ് നിസ്കരിക്കണില്ല. അവിടെക്കട ബാക്കി നിസ്കരിക്കണില്ല എന്ന് പറഞ്ഞാൽ സോളെ എങ്ങനെ ഉറങ്ങി എഴുന്നേക്കുക? എങ്ങനെയാണ് എനിക്ക് ധൈര്യം ഉണ്ടാണത്? നിസ്കരിക്കണില്ല എന്ന് പറഞ്ഞാൽ എനിക്കങ്ങനെ തോന്നില്ല. ചില ആൾക്കാരെ വർത്താനാണ്, എനിക്കങ്ങനെ തോന്നില്ല. സോളെ ബിസിനസ് മുടങ്ങണ നമുക്ക് പ്രശ്നമാണ്, നമ്മളെ കുട്ടിന്റെ പഠനം മുടങ്ങണ പ്രശ്നമാണ്. വിളിച്ച കല്യാണത്തിന് നമ്മളെ 4 വട്ടം വിളിച്ചിട്ട് പോയിട്ടില്ലെങ്കിൽ നമ്മൾ പെരിയ കച്ചറുണ്ടാക്കും. ഒരാൾ പോലും പോയില്ലേ, ഞങ്ങൾ ഏൽപ്പിച്ചതല്ലേ. നമ്മൾ അള്ളാന്റെ വിളിക്കുത്തരമേകാതെ 10-60 കൊല്ലായിട്ട് ഇപ്പോഴും അങ്ങാടി കൂടെ ഞാനിടക്കട്ടെ പറഞ്ഞ് വെള്ളിയും വെള്ളിയൊക്കെട്ട് പുതിയ ഷർട്ടൊക്കെ ഇട്ട് സ്റ്റിഫാ ഷൈന് മുക്കി ഇങ്ങനെ എല്ലായിടത്തും പോകുക. പടച്ചോന്റെ വിളി നിസ്കാരത്തിന് വിഷയത്തിൽ ഇപ്പോഴും അതിപ്പോ എന്താണെന്നറിയില്ല, എനിക്ക് ശീലല്ല. പടച്ചോനെടുത്തേക്കാ പോണത്. നിങ്ങൾ ആലോചിച്ച് നോക്കി, നമ്മുടെ ജീവിതത്തിൽ ഞാനടക്കം പറയാൻ ഒരാൾ സുബഹിക്ക് പള്ളിയിലൊന്ന് നിസ്കരിച്ചു, തിരിച്ചു പോകുക കേട്ടോ, തിരിച്ചുപോയി വീട്ടിൽ പോയി അവനാന്റെ ജീവിതത്തിൽ 6:15
നെഞ്ചുവേദന വന്നിട്ട് എടവണ്ണയിൽ നിന്ന് മെഡിക്കൽ കോളേജോ കോഴിക്കോട് മ്യൂസിക്കോ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ. അയാൾ ആ കൊണ്ടുപോകുന്നതിനിടയിൽ മരിച്ചാൽ അള്ളാഹുവിന് നിർവഹിക്കേണ്ട അവസാനത്തെ ആരാധന പോലും നിർവഹിച്ചു മരിച്ചുപോയനാണ്. അതാണ് നല്ല മരണം എന്ന് പറഞ്ഞാൽ, തൗഹീദ് ഉണ്ടെങ്കിൽ. എന്നാൽ ഞാനൊന്ന് 7 മണിക്ക് നീക്കും, എനിക്ക് സുബൈയും വിശേലും ഒന്നുമില്ല, 6:15 മറ്റവന്റെ അതേപോലെ എനിക്ക് നെഞ്ചുവേദന വന്നു, ആംബുലൻസിൽ നിന്ന് കൊണ്ടുപോയി, എനിക്കിങ്ങനെ ബോധ്യം ഉണ്ടാവും, പടച്ചോനെ എനിക്ക് അനങ്ങാൻ കഴിയണില്ല, കയ്യും കാലും അനക്കാൻ കഴിയണില്ല, ആ കൊണ്ടുപോകണിന്റെ അടക്കാൻ കഴിഞ്ഞ് ഞാൻ മരിച്ചാലോ? നിങ്ങൾ പറയും, നല്ലൊരു മഹല്ലിൽ ബാങ്ക് കേൾക്കുന്ന പരിസരങ്ങളിൽ തൗഹീദുള്ള കുടുംബത്തെ ജീവിച്ചിട്ട് കിബുറോണ്ട് മാത്രം നിസ്കരിക്കാതെ മാറണം. ആക്ഷേപിക്കല്ലോ, മാറണം. ഇന്ന അവസരം ഉണ്ടായിക്കൊള്ളുന്നില്ല, അവർക്കേ നല്ല മരണം കിട്ടുള്ളൂ. ഇത് മനസ്സിൽ എപ്പോഴും ഉണ്ടാകുക. യുവാക്കളെ, യുവതികളെ, ഞാൻ പെൺകുട്ടികളെ വെറുതെ ബാക്കിയുള്ളവരൊപ്പം നടന്നാണ്ട് അവനാന്റെ ജീവിതം നശിപ്പിക്കരുത്. എല്ലാ കാണോടത്തും മുഴുവൻ ക്യൂടെക്സ് ഇടുക, എല്ലാ ചുണ്ടുമ്പലും വാരിപ്പൊത്തുക, അട്ടിക്കട്ടിക്ക് പുട്ടിയിടുക, എന്നിട്ട് തലയുടെ പകുതി ഭാഗം മാത്രം ഷാൾ ഇടുക, എന്നിട്ട് ഇതിനൊക്കെപ്പാടെ ഒരു ദിവസം ഇടുന്ന ഈ സാധനത്തിനൊക്കെപ്പാടെ വില കൂട്ടിയ 150 ഉറുപ്പ്യ ഉണ്ടാകുക. അന്ന് ഉപയോഗിച്ചതാ പറഞ്ഞ്. ഈ 150 ഉറുപ്പ്യന്റെ ഈ സാധനം ഒലിച്ചു പോകാതെക്കാൻ വേണ്ടി നിസ്കരിക്കാതെക്കുക. എന്തൊരു സങ്കടങ്ങൾ ആലോചിച്ച് നോക്കി. ഇതൊക്കെപ്പാടെ ഒലിച്ചു പോകാതെക്കാൻ വേണ്ടി നിസ്കരിക്കാതെക്കുക. സഹോദരിമാരെ, എന്താണ് ഇതിന്റെയൊക്കെ ഒരു അവസ്ഥ? നിങ്ങൾ പത്രം എടുത്ത് നോക്കി, വേണ്ട നിങ്ങൾ പത്രം വായിക്കണില്ലെങ്കിൽ സോഷ്യൽ മീഡിയകളിൽ കഴിഞ്ഞ 2025 മാത്രം ആക്സിഡന്റിൽ മരിച്ച പെൺകുട്ടികൾ നോക്കി, ഭംഗില്ലോൽ തന്നെയാണൊക്കെ. പക്ഷെ ആ മരണത്തിൽ നിസ്കാരം ഉണ്ടെങ്കിൽ അവർക്ക് സന്തോഷ വാർത്ത ഉണ്ട്. അതുകൊണ്ട് ഇസ്തിഖാമത്ത്, ദീനിൽ ഉറച്ചു നിൽക്കുക. 2, നിസ്കാരം എന്ത് വന്നാലും ഒഴിവാക്കാതിരിക്കുക. എങ്കിൽ നമ്മുടെ മരണം ഏതെങ്കിലും ഒരു വക്തിന്റെ ഇടക്കായിരിക്കും, 5 വക്തിന്റെ ഏതെങ്കിലും ഒരു വക്തിന്റെ ഇടക്കായിരിക്കും. അവസാനത്തെ വക്തും പടച്ചവൻ ഏറ്റവും ഇഷ്ടപ്പെട്ട സുജൂദിൽ പോയി അവിടെ വന്നിട്ട് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കേണ്ടത് മുഴുവൻ പ്രാർത്ഥിച്ച് ഈ ദുനിയാവിൽ മുഴുവൻ പാപങ്ങളും കഴുകിക്കളഞ്ഞവനായിട്ടായിരിക്കും നമ്മുടെ യാത്ര ഉണ്ടാകുക. മൂന്നാമത്തത് എന്താ അറിയോ? പ്രവാചകന്റെ ഹദീസ് പ്രകാരം പണ്ഡിതന്മാർ പറഞ്ഞ മൂന്നാമത്തെ കാര്യം അത്തആമുലു മഅ ദുനൂബി ബിജിദ്ദിയ്യ. തെറ്റുകളെ നിസ്സാരമായി കാണാതിരിക്കുന്ന ഒരു മനസ്സുണ്ടാകണം. എന്നാലേ നല്ല ആഖിബത്ത്, നല്ല പര്യാവസാനം ഉണ്ടാവുള്ളൂ. നിങ്ങൾ എന്താ അറിയോ? നമ്മളൊക്കെ മനുഷ്യന്മാരാണ്, ഞാനുങ്ങളൊക്കെ മനുഷ്യന്മാരാണ്. നമ്മുടെ ജീവിതത്തിൽ അബദ്ധങ്ങളും പോരായ്മകളൊക്കെ പറ്റും, അള്ളാഹു പുറത്തു തരുമാറാകട്ടെ. പക്ഷെ എന്താണെന്നറിയോ? തെറ്റിനോടുള്ള സമീപനത്തിൽ വ്യത്യാസം ഉണ്ടാകണം. അതെന്താണ്? ഇപ്പൊ നമ്മുടെ ജീവിതത്തിന് പാപമുണ്ട്, നമ്മുടെ മനസ്സിൽ പടച്ചോനെ ഇത് അള്ളാഹ് നിരോധിച്ചൊരു കാര്യമാണ്, ഞാൻ മെല്ലെ മെല്ലെ ചുരുക്കിക്കൊണ്ടുവരുന്നുണ്ട്. അതൊരു ഈമാനാണല്ലോ. തിരിച്ചു ചെയ്യും അതേ തെറ്റില്ലോ. അതൊക്കെ ആരപ്പ ചെയ്യാത്ത എന്താ എല്ലാം പാടെ നോക്കിയപ്പോ നടക്കോ? ഇത് ഈമാനല്ല. അത് ഒരു തെറ്റിൽ നിന്ന് അടുത്ത തെറ്റിലേക്ക് നമ്മളറിയാതെ ശൈത്താൻ നമ്മളെ എത്തിക്കുന്ന വഴിയാണ്. തീർന്നിട്ടില്ല. അത് നമ്മക്കുണ്ടോ? നമ്മളെ 10 ഇരട്ടി ഉണ്ടാവും നമ്മുടെ കുട്ടിയാക്കും. ശരിക്കും നോക്കിക്കൊണ്ടി. നമ്മൾക്ക് ഈ ചിന്താഗതി ഉണ്ടോ? നമ്മുടെ ജീവിതത്തിൽ അബദ്ധങ്ങൾ ഉണ്ടാകും, ഉറപ്പാണ്. മനുഷ്യരാണ്, തിരുത്തിയിട്ട് നമ്മൾ മാറുന്നത്. പക്ഷേ ആ അബദ്ധത്തിനോട് നമ്മുടെ കാഴ്ചപ്പാടെന്താണ്? ഇത് തിരുത്തേണ്ടതാണ്. ഞാൻ ചെറുപ്പത്തിൽ ശീലിച്ചതുകൊണ്ടാണ്. ഇൻഷാ അല്ലാഹ് മെല്ലെ മെല്ലെ കൊണ്ടുവരുന്നുണ്ട്. മൗലവി നിങ്ങൾ പ്രാർത്ഥിക്കണം കേട്ടോ, ഭാര്യനോട് കഴിഞ്ഞൊന്ന് ദുആ ചെയ്യണം, ഞാൻ ശ്രമിക്കുന്നുണ്ട്. അതൊരു നല്ല ഈമാന്റെ ലക്ഷണമാണ്. അതിന് പകരണ്ടല്ലോ എന്താപ്പത്? ഇങ്ങനെയൊക്കെ നോക്കുകയാണ് ഇപ്പൊ എങ്ങനെ ജീവിക്കാൻ പറ്റുക? അത് നല്ല ലക്ഷണമല്ല. അത് ഇപ്പൊ ഒരു തെറ്റേക്കാരം. അടുത്തത് ഇനിയും വരുന്ന ആയിരക്കണക്കിന് തെറ്റുകൾക്ക് നമ്മുടെ മനസ്സിൽ ശൈത്താൻ ഉണ്ടാക്കുന്ന ന്യായീകരണമാണ്. ഞാൻ ആവർത്തിക്കുന്ന അവിടെ നിൽക്കൂല. ഇത് കാണും നമ്മുടെ മക്കള്, പേരക്കുട്ടികള്, നമ്മുടെ അത്ര പോലും ഈമാനില്ലാതെ ജീവിക്കണത് നമ്മൾ കണ്ണുകൊണ്ട് കാണേണ്ടി വരും. അപ്പൊ നമ്മുടെ വീട്ടിൽ നമ്മൾ ഭക്ഷണം കഴിക്കുകയാണ്, നമ്മൾ വലത്തേ കൈ കൊണ്ട് ഭക്ഷണം കഴിച്ചു, വലത്തേ കൈ കൊണ്ട് വെള്ളം കുടിക്കണം. എന്തെങ്കിലും തടസ്സം ഇല്ലല്ലോ. പക്ഷെ നമ്മൾ എന്തുകൊണ്ട് ഇടത്തേ കൈ കൊണ്ട് ഇപ്പോഴും 19 വയസ്സായിട്ട് എന്തോടെ കഴിക്കണം? നമുക്ക് നിസ്സാരമാണ്. നിങ്ങൾ നബി ഇങ്ങനെ പറഞ്ഞതാ? നബി സ്വലാസം ഇങ്ങനെ വന്നിട്ട് എല്ലാവരോടും, ഞാൻ ഈ പറഞ്ഞ നിങ്ങൾ മോശമായിട്ട് എടുക്കരുത് കേട്ടോ. നബി വന്നിട്ട് മദീന പള്ളി ക്ലാസ് എടുക്കാൻ, ക്ലാസ് ഇങ്ങനെ എടുത്തിട്ട് ഗൗരവമുള്ള ക്ലാസ് വേണ്ടി നബി പറയാൻ, സഹാബാക്കളെ ഞാൻ നിങ്ങൾക്ക് ഒരു കോമഡി പറഞ്ഞുതരാം, ഒരു തമാശ പറഞ്ഞുതരാം, നിങ്ങൾ കേട്ട് ചിരിക്കണം കേട്ടോ. എന്താണ്? വലത്തെ കൈ കൊണ്ട് മാത്രമേ ഭക്ഷണം കഴിക്കാൻ പാടുള്ളൂ, വലത്തെ കൈ കൊണ്ട് മാത്രമേ വെള്ളം കുടിക്കാൻ പാടുള്ളൂ, അല്ലെങ്കിൽ അവൻ ശൈത്താന്റെ കൂട്ടുകാരനാണ്. ചിരിച്ചോളി, ഞാൻ വിറ്റ് പറഞ്ഞതാണ് നബി പറഞ്ഞതാ? അല്ലല്ലോ. ആണോ? അല്ല. വിണ്ണിൽ നിന്ന് മണ്ണിലേക്ക് വഹിയിറങ്ങിയതാ നബിക്ക് സല്ലല്ലാഹു അലൈഹി വസല്ലമ. എന്ത്? നിങ്ങൾ വലത് കൈ കൊണ്ട് ഭക്ഷണം കഴിക്കണം, വലത് കൈ കൊണ്ട് വെള്ളം കുടിക്കണം. നബിന്റെ സദസ്സിന് ഇതേ തെറ്റിനോടുള്ള സമീപനമുള്ള ഒരു വ്യക്തി ഉണ്ടായിരുന്നു.
നമ്മൾ അറിയണം, ഇത് ചരിത്രത്തിൽ കഴിഞ്ഞുപോയതാണ്. ഞാൻ ഒറ്റ ഉദാഹരണം പറയുന്നത്. പ്രവാചകന്റെ സദസ്സില് ഇടത്തെ കൈ കൊണ്ട് ഇങ്ങനെ വെള്ളം കുടിച്ചപ്പോ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞാ കുൽ ബിയമീനിക് വശ്റബ് ബിയമീനിക്. എടാ വലത്തെ കൈ കൊണ്ട് ആട്ടയുടെ ഭക്ഷണം കഴിക്കണ്ട്, വലത്തെ കൈ കൊണ്ട് വെള്ളം കുടിക്കണ്ട്. കൈ ശുദ്ധമാക്കിയിട്ട് കഴിച്ചാൽ മതി, അവസാനം കുടിച്ചാൽ മതി. കുടിക്കുകയാണെങ്കിൽ വലത്തെ കൈ കൊണ്ട് കുടിച്ചാൽ മതി. ഇതേ ചോദ്യമാണ് അദ്ദേഹം ചോദിച്ചത്. എന്താ ഇടത്തെ കൈ കൊണ്ട്? നബിയെ നേർക്കുനേരെ ആദ്യമായി ഒരാൾ പരസ്യമായി പ്രവാചകനെതിരെയായിട്ട് സംസാരിച്ച അവിടെയാണ്. അള്ളാന്റെ വഹയാണ് ഇറങ്ങി നബിക്ക് സല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങൾ ജീവിതത്തിൽ നബി ഇങ്ങനെ ചെയ്തിട്ട് നമുക്ക് ഉൾക്കൊള്ളാൻ പോലും പറ്റൂല. നബി ആദ്യമായി ഒരാൾക്കെതിരെ ശാപപ്രാർത്ഥന പടച്ചോന്റെ വാക്കുകൊണ്ട് നബി പറയേണ്ടി വന്നു. നബി പറഞ്ഞു, അള്ളാഹുവിന്റെ വഹയുണ്ട്, താങ്കളുടെ ഇടതുകൈ ഇനി മുതൽ ചലിക്കാതിരിക്കട്ടെ എന്ന് ശാപപ്രാർത്ഥന നടത്താൻ പറഞ്ഞു. സഹാബാക്കൾ പറഞ്ഞ വാക്കെന്തറിയും? മരിക്കുന്നത് വരെ അദ്ദേഹത്തിന്റെ ഇടതുകൈ ചലിച്ചിരുന്നില്ല. ഈ ഒരു വിഷയം നമ്മളോട് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ എന്താണ്ടാണ്ട് അറിയോ? പടച്ചോനെ, ഞാൻ ചെറുപ്പം മുതൽ ഇങ്ങനെ ശീലിച്ചോണ്ടാണ്, ഇൻഷാല്ലാ മാറ്റി വരുന്നുണ്ട് കേട്ടോ. അല്ല, ദുമലാണല്ലോ സ്വർഗം, ദുമലാണല്ലോ നരകം. അതാണ് പ്രശ്നം. അതാണ് യുക്തിവാദം അറിയാതെ ഭക്തിയാന്ന് വിചാരിച്ച് ഭയങ്കര സംഭവമാണെന്ന് വിചാരിച്ച് നമ്മൾ ഇത് ഇതിക്ക് വരിക എന്ന് പറഞ്ഞാൽ കുറ്റപ്പെടുത്തിയിട്ടല്ല പറയണത്. നമ്മളെ ഒരിക്കലും കുറ്റപ്പെടുത്തില്ല. ഓരോന്ന് ആലോചിച്ച് നോക്കി. നമ്മുടെ ജീവിതത്തിൽ വരുന്ന പോരായ്മകൾ തെറ്റാണെന്ന് മനസ്സിലായാൽ മെല്ലെ മെല്ലെ നമ്മളെ ഇന്ന് മാറിക്കുക. അല്ലാതെ എന്താ ഇതിന് കുഴപ്പം? ഒരു കാര്യം നമുക്കറിയണം, ഒരു പുണ്യം ചെയ്താൽ സ്വർഗത്തിലേക്കുള്ള എളുപ്പമാണ്. ഒരു തിന്മ സംഭവിച്ചാൽ പോയ സ്വർഗത്തിന്റെ വഴിയിൽ നിന്ന് റിട്ടേൺ പോരുകയാണ്. മനസ്സിലെപ്പോഴുണ്ടാകണം, സ്വർഗത്തിന് വേണ്ടിയാണ് ജീവിക്കുന്നത്. നമ്മൾ നിസ്കരിക്കണു, വലത് കൈ കൊണ്ട് ഭക്ഷണം കഴിക്കുന്നു, ഇസ്ലാമിക വേഷം ധരിക്കുന്നു, സ്വർഗത്തിലേക്ക് പോയോണ്ടിരിക്കുകയാണ്. അതിനിടയിൽ നമ്മൾ പടച്ചോന് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ചെയ്യുന്നു. അതെന്തായിക്കോട്ടെ, ഓരോ നമ്മള് കച്ചവടത്തിൽ കളവ് പറയുന്നു, മറ്റുള്ളവരെ തെളി വിളിക്കുന്നു. അതൊക്കെ ഇപ്പൊ എല്ലാരും വിളിക്കണല്ലേ, ബാപ്പാനിമാൻ എല്ലാരും വിളിക്കണല്ലേ. എന്താ അങ്ങനെയൊക്കെ വിളിച്ചതുകൊണ്ട് പ്രശ്നം എന്നാണെങ്കിൽ അത് ഇസ്ലാമികമായിട്ട് തെറ്റാണല്ലോ. ആ ഓരോ തെറ്റുവഴി നമ്മൾ സഞ്ചരിച്ചു കൊണ്ടിരുന്ന സ്വർഗത്തിന്റെ അടുത്തുനിന്ന് ഇങ്ങോട്ട് നമ്മൾ പോരുന്നു. ഇത് ഗൗരവമുള്ള കാര്യല്ലേ? എത്തണ്ടേ. അതുകൊണ്ടാണ് പ്രവാചകൻ പറഞ്ഞത്, കാനത്തു നുക്തതൻ സൗദാ ഫീ ഖൽബി. എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ബോധപൂർവം തെറ്റ് സംഭവിച്ചാൽ ഹൃദയത്തിൽ അതൊരു കറുത്ത പുള്ളിയാണ്. അപ്പൊ നമ്മൾ ചോദിക്കൂലേ, എന്താ അതിന് പ്രശ്നം? അതിന്റെ ഹദീസാണിത്. എന്താണ് അതിന്റെ പ്രശ്നം നോക്കൂലേ? അതിന്റെ ഹദീസാണിത്. ആൺകുട്ടികൾക്ക് എന്തുകൊണ്ട് സ്വർണം ധരിച്ചാൽ എന്താ പ്രശ്നം? ദുനിയാവിലെ ഇടവണ്ണങ്ങാടിയിൽ ഒരു പ്രശ്നമല്ല. കിണറ്റത്തെ വെള്ളം പറ്റൂല, ആകാശം പൊട്ടി വീകൂല. എന്താ പ്രശ്നം എന്നറിയോ? ധരിപ്പിച്ച ബാപ്പാന്റെ ഇമ്മാന്റെ ഹൃദയത്തിൽ അല്ല കറുത്ത ഒരു പുള്ളിയിടും. അത് ഓരോ ദിവസം ഇടുന്തോറും ഓരോ പുള്ളി കൂടും. അവസാനം ആ ഹദീസിന്റെ അവസാനം എന്താ അറിയോ? ഫലാ യദ്ഖുലു ഖൽബഹു അൽ ഈമാനൻ. പിന്നീട് വഅലോ ക്ലാസോ ഹദീസോ ആയത്തോ പണ്ഡിതന്മാരെ വാക്കോ ഹൃദയത്തിലേക്ക് പിന്നെ കേറൂല. കാരണം അപ്പോഴേക്ക് ആ ഹൃദയം കറുത്തിട്ടുണ്ടാവും. അപ്പോഴാ ഈ വർത്താനം. എന്ത് ഇതിനേക്കാളും വലിയ മൂല്യമാരൊക്കെ നമ്മൾ കേട്ടുകിണങ്ങ്, അതൊക്കെ അപ്പളാ തുടങ്ങുക. നമ്മളെത്ര വട്ടം ഇതിന്റെയൊക്കെ മുന്നിൽ ലേണിംഗ് ക്ലാസ്സിലൊക്കെ ഞാനും കുടുംബസമേതം വന്നിരുന്നതാ. അന്നില്ലാത്ത മൂല്യന്മാര് പുതിയ 10 പേർ പപ്പും. ഇതൊക്കെ എപ്പോഴാ തുടങ്ങുക അറിയോ? ആവർത്തിച്ച് തെറ്റുകൾ ചെയ്ത് നിസ്സാരമാക്കി പ്രശ്നമില്ല എന്ന് വരുമ്പം നമ്മുടെ ഹൃദയത്തിൽ നമ്മളറിയാതെ പടച്ചോൻ കറുത്ത പുള്ളികൾ ഇങ്ങനെ കുത്തിയോണ്ട് നിൽക്കാൻ. അവസാനം ഹൃദയം കറുത്തു കഴിഞ്ഞാൽ പിന്നെ രണ്ടാമത് ഈമാൻ പ്രവേശിക്കണമെങ്കിൽ നല്ല റിസ്ക്കാണ്. അതുകൊണ്ട് അങ്ങനെ നമ്മൾ മരിക്കുകയാണെങ്കിലോ ആലോചിച്ചു, നമ്മൾ മരിക്കുകയാണെങ്കിലോ തുടക്കത്തിൽ നല്ല ദീനിയാണ്, തെറ്റിന് നിസ്സാരാക്കി ഹൃദയം കറുത്തു. അവസാനം ദൈവ നിഷേധത്തുകൾ പോയി, പ്രവാചകന്റെ വാക്കിലുള്ള നിഷേധത്തുകൾ പോയി, പ്രശ്നമില്ലാന്ന് വന്നു. അവസാനം ആഖിബത്ത് എന്തായി? തുടക്കം ഈമാനാണ്, ആഖിബത്ത് കുഫറോ അനിസ്ലാമികതയോ ആയി. അവസാനത്തെ ഭാഗം യുവാക്കളടക്കം മുഴുവൻ ആൾക്കാരും കേൾക്കാനാണ്. ഇസ്തിഖാമത്ത്, ദീനിൽ ഉറച്ചു നിൽക്കാനും നിസ്കാരം നിലനിർത്താനും തെറ്റുകളോട് നമ്മൾക്ക് വിയോജിപ്പുണ്ടാകുവാനും നമ്മൾ ചെയ്യേണ്ട 4ാമത്തെ കാര്യം ഇതുകൂടി ചെയ്തെങ്കിലേ നമ്മൾക്ക് നല്ല മരണത്തിലേക്ക് എത്താൻ കഴിയുള്ളൂ. എന്താ അറിയോ? പണ്ഡിതന്മാർ പറഞ്ഞ വാചകം, വിശ്വാസികളെ നമ്മൾ ഇഖ്തിയാർ തെരഞ്ഞെടുക്കണം. അസ്വഹബത്തു സ്വാലിഹ, നല്ല ഒരു അന്തരീക്ഷവും കൂട്ടുകെട്ടും നമുക്കുണ്ടാകണം. ഞാൻ ആവർത്തിക്കുന്നു, നമുക്കൊക്കെ കൂട്ടുകാരന്മാരുണ്ടാവും, വ്യത്യസ്ത തലങ്ങളിലായിരിക്കും.
എല്ലാവർക്കും പള്ളിക്കത്തെ കൂട്ടുകാരനാണെന്നില്ല. ജോലി സ്ഥലത്ത് കൂട്ടുകാരുണ്ടാവും, അങ്ങാടിയിലുണ്ടാവും, രാഷ്ട്രീയത്തിലുണ്ടാവും, ഒക്കെ ഉണ്ടാവും. പക്ഷേ ഒരു 2-3 ചങ്ങാതിമാരെങ്കിലും നമുക്ക് നന്മ പറഞ്ഞു തരാനുണ്ടാകണം. ഇതാണ് ഇസ്ലാമിന്റെ കാഴ്ചപ്പാട്. 10 കൂട്ടുകാർ, 20-25 കൂട്ടുകാരുണ്ടെങ്കിൽ 2 കൂട്ടുകാരെങ്കിലും അതിൽ നന്മയുടെ ഭാഗത്തുണ്ടാകണം. അല്ലാതെ എല്ലാവരും കൂടി നന്മ എന്ന് പറഞ്ഞാൽ പ്രായോഗികമാണെന്നില്ല. നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥലത്തൊക്കെ വെവ്വേറെ ആയിരിക്കും. പക്ഷെ 1-2 ചങ്ങായിമാര് സങ്കടം വരുമ്പോഴേ ഞാടാ ജീവിതം അങ്ങോട്ട് നിർത്തിയാലോ, എടാ ജീവിതം നിർത്തിയേ, ഇജ് വാടാ നമുക്ക് പള്ളിക്ക് പോകാം, മൗലവിയോട് ചോദിച്ചു നോക്കാം എന്ന് പറയാൻ ഒരു ചങ്ങായി ഉണ്ടാകണം. എടാ എന്റെ കല്യാണ 1ാമത്തെ ദിവസം എന്തെങ്കിലും ദുആകളുണ്ടോ, നമുക്ക് ഉസ്താദിനോട് ചോദിച്ചു നോക്കാം. എന്തെങ്കിലും പ്രാർത്ഥന ഉണ്ടോ, നമുക്ക് ഉസ്താദിനോട് ചോദിച്ചു നോക്കാം. ഇന്ത്യക്കാളെ വലിയൊരു അബദ്ധം പറ്റിക്കണ്, സാരല്ലടാ പുറത്തിട്ടാൻ വേണ്ടി എന്താ ചെയ്യണ്ടേ, നമുക്ക് അന്വേഷിച്ചു നോക്കാം എന്ന് പറയാൻ നമ്മൾക്കൊരു കൂട്ടുകാരൻ, ഒരു കൂട്ടുകാരി ഉണ്ടാകണം. ഞാൻ എന്തിനാണ് ഇങ്ങനെ പറയണറിയോ? ആ കൂട്ടുകാരൻ ഒരു വ്യക്തിയാകണമെന്നില്ല. ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ആകാം, ടെലഗ്രാമിന്റെ ഗ്രൂപ്പ് ആകാം, സോഷ്യൽ മീഡിയ കമ്മ്യൂണിറ്റി ആകാം. ഇതെങ്ങാനും പിഴച്ചാൽ, യുവാക്കളെ നിങ്ങളുടെ സൗഹൃദ വലയം പിഴച്ചാൽ ദീനിൽ നിന്ന് നമ്മുടെ ഈ ചോരത്തളപ്പിന്റെ സമയത്ത് പോകും. തിരിച്ചറിവ് കിട്ടി തിരിച്ചു വരാൻ ആയുസല്ലെങ്കിൽ കഴിയും. ബാംഗ്ലൂരിൽ പഠിക്കാൻ പോകണ എത്ര ആൾക്കാരുണ്ട്? വന്നിട്ടറിയും ഏതെങ്കിലും ടീം പെട്ടിട്ടുണ്ടാവട്ടോ. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ 4 കൂടുതൽ കല്യാണം ചെയ്യും. എനിക്ക് ഉൾക്കൊള്ളാൻ അങ്ങോട്ട് കഴിയുന്നില്ല. എന്നായിക്കോട്ടെ, ആ വിഷയം പഠിക്കാൻ വരൂല. കാരണം ആ ഗ്രൂപ്പിൽ പഠനമല്ല വിമർശനേ ഉള്ളൂ. ആ ഗ്രൂപ്പിൽ പഠനമല്ല വിമർശനേ ഉള്ളൂ. മുതിർന്നവരുണ്ട്. അനന്തര സ്വത്തിന്റെ കൂട്ടത്തിൽ പേരക്കുട്ടി കിട്ടാത്തതിനോട് എനിക്ക് യോജിപ്പില്ല. അതിങ്ങനെ പുതിയതുണ്ടാക്കിയതാണ്. പഠിക്കൂല. പിന്നെയോ വിമർശനത്തിന് 4 ആൾക്കാർ കൂടിയിട്ട് കട്ടൻ ചായം കുടിച്ച് വർത്താനം പറഞ്ഞ നമ്മളുണ്ട്. സോളെ ഒരു കാര്യം അറിയണം, ദീനിൽ നിന്ന് ഒരാൾ പുറത്തു പോകുക എന്ന് പറഞ്ഞാലേ ഒരാൾ മനസ്സുകൊണ്ട് പോകുക മാത്രമല്ല, ഒറ്റ സംഭവം പറയാം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ മദീന പള്ളിയിൽ പ്രവാചകൻ നിസ്കാരം കഴിഞ്ഞ് പോകുമ്പം ഭാര്യമാർ പ്രവാചകന്റെ ഭാര്യമാര് പള്ളിന്റെ പുറത്തുനിന്ന് പ്രവാചകനും ഭാര്യമാരും സംസാരിക്കാൻ നമ്മൾ കേട്ട സംഭവമാണ്. പ്രവാചകനും ഭാര്യമാരും സംസാരിക്കുന്നു. ഇരുട്ടാണ്. റോഡിന്റെ സൈഡിലൂടെ ഒരു സഹാബിങ്ങനെ പോയപ്പം സഹാബി ഇങ്ങോട്ട് നോക്കി. പിന്നീട് അദ്ദേഹം തിരിഞ്ഞിങ്ങനെ പോയപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തെ വിളിച്ചു. തആൽ, അസ്സലാമു അലൈക്കും, തആൽ. എന്നിട്ട് പറഞ്ഞു, എടാ ഇത് നബിയായ ഞാനാണ്, ഇത് എന്റെ ഭാര്യമാരാണ് കേട്ടോ. അദ്ദേഹം പറഞ്ഞു, നബിയെ എനിക്കറിയില്ലേ ഭാര്യമാരാണ്. അപ്പോഴാ നബി പറഞ്ഞു, രക്തം സഞ്ചരിക്കുന്നിടത്ത് മുഴുവൻ ശൈത്വാൻ സഞ്ചരിക്കുന്നു. അപ്പോഴാ നബി പറഞ്ഞു. ആ ഹദീസിനെ റിപ്പോർട്ട് ചെയ്തിട്ട് പണ്ഡിതന്മാർ പറഞ്ഞ വാക്കെന്തറിയോ? 4-5 ഗുണപാഠങ്ങളുണ്ട്. അതിലേറ്റവും അവസാനത്തത് പ്രവാചകൻ മറ്റൊരു സ്ത്രീയുമായി ആരും കാണാതെ ഇങ്ങനെ നിൽക്കുന്നു എന്നൊരാളുടെ മനസ്സിൽ തോന്നലുണ്ടായാൽ പോലും കുഫറിലേക്ക് പോകും. കാരണം പ്രവാചകൻ മഅസൂമാണ്, പാപങ്ങൾ പൊറുക്കപ്പെട്ട, ഒരിക്കൽ പോലും അങ്ങനെ തെറ്റ് ചെയ്യാത്ത മനുഷ്യനാണ്. അങ്ങനെ ചിന്തിച്ചാൽ പോലും ഇസ്ലാമെന്ന് പോകും. ഞാൻ എന്തിനാണ് സ്വഹബത്ത് പറഞ്ഞറിയോ? പെൺകുട്ടികളെ നിങ്ങളുടെ തലയിലേക്ക് റീൽസിലൂടെ ഇഞ്ചക്ട് ചെയ്യുന്നുണ്ട്. ഇസ്ലാമിൽ സ്ത്രീകൾക്ക് പ്രശ്നമാണ്. പഠിക്കാൻ വേണ്ടി വരുമോ? വരാൻ സമ്മതിക്കൂല. എന്നിട്ടോ പ്രശ്നമാണ്, കല്യാണം പ്രശ്നമാണ്, കുടുംബജീവിതം പ്രശ്നമാണ്, ഇസ്ലാം പ്രശ്നമാണ്, വേഷവിധാനം പ്രശ്നമാണ്. അത് അംഗീകരിക്കുന്ന ഒരു മനസ്സെത്തിയാൽ ആ മരണങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ആ മരണം എന്റെ കുട്ടി അല്ലാഹു ഞങ്ങളോട് പെൺകുട്ടികളോട് അനീതി കാണിച്ചിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരു മനസ്സോടുകൂടി ഈ ദുനിയാവിൽ ജീവിച്ച് നടന്നു പോയിക്കൊണ്ടിരിക്കെ ആക്സിഡന്റ് പറ്റി മരിക്കുകയാണെങ്കിൽ എങ്ങനെയാണ് മരിക്കുന്നത്? പടച്ചോൻ ഇഷ്ടത്തിനാ മരിക്കുന്നത്? അല്ല, അള്ളാഹുവിനെ നിഷേധിക്കുന്ന സ്വഭാവമായിട്ടാണ് മരിച്ചു പോണത്. സഹോദരങ്ങൾ, അതുകൊണ്ട് നമ്മൾ അള്ളാഹിനോട് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും വേണം. പടച്ചോനെ, ലോകത്തെന്തൊക്കെ നാശനഷ്ടങ്ങൾ വന്നാലും, ലാഭം കൂടുതൽ കിട്ടിയാലും കുറഞ്ഞാലും, ഞാൻ ഉദ്ദേശിച്ച ആഗ്രഹങ്ങൾ കുറച്ചൊക്കെ നടന്നാലും കുറച്ച് നടന്നിട്ടില്ലെങ്കിലും എന്റെ ആഖിബത്ത് അവസാനം ഈമാനോടെ റഹ്മത്തോടെ പടച്ചോനെ നിനക്ക് ഇഷ്ടപ്പെട്ട രൂപത്തിലാകണം. അതിന് എന്റെ ജീവിതത്തിൽ ഇസ്തിഖാമത്ത്, ഉറച്ചു നിൽക്കാനുള്ള കഴിവ് ദീനിൽ ഉണ്ടാകണം. നിസ്കാരം നിലനിർത്താനുള്ള തഖ്വയുണ്ടാകണം. അതോടൊപ്പം തെറ്റിനോട് ഞാൻ വിമുഖത കാണിക്കാനുള്ള ഈമാൻ ഉണ്ടാകണം. എന്റെ കൂട്ടുകെട്ടും എന്റെ സഹവർത്തിത്വത്തിലും നല്ല ചങ്ങാതിമാരും ദീനിൽ ഉറപ്പിച്ചു നിർത്തുവാനുള്ള എന്റെ കൂട്ടുകെട്ടും ഉണ്ടാകണം. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ.
അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ് തഖുല്ലാഹ ഇബാദല്ലാഹ്. ഒരിക്കൽ കൂടി അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണം എന്ന് എന്നോടെന്ന പോലെ ഓരോരുത്തരോടും ഉണർത്തുകയാണ്. സഹോദരങ്ങളെ, നമ്മുടെ അവസാന സമയം നന്നാകണം എന്ന് പറഞ്ഞല്ലോ. ഇസ്ലാമിക ചരിത്രത്തിലൊരു സംഭവമുണ്ട്, നമുക്ക് ഭയങ്കര കൊതി തോന്നും ചില റിപ്പോർട്ടുകളൊക്കെ വായിക്കും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് കേട്ട് ഒരു വ്യക്തി പ്രവാചകന്റെ അടുക്കലേക്ക് ഇങ്ങനെ വന്നു. കുതിരപ്പുറത്താ വരുന്നത്, ഒട്ടകപ്പുറത്താ വരുന്നത്. അങ്ങനെ വന്നിട്ട് ആളുകൾക്കിടയിൽ വെച്ചിട്ട് പ്രവാചകന്റെ ആശയത്തെക്കുറിച്ച് കേട്ടിട്ട്, പ്രവാചകന്റെ സ്വഭാവത്തെക്കുറിച്ച് കേട്ടിട്ട് ആകർഷിച്ചിട്ടാ വരുന്നത്. ആൾക്കാരുടെ ഇടയിൽ വെച്ചു, ആരാണ് മുഹമ്മദ്? മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ആയിരുന്നു കേട്ടോ. മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറഞ്ഞാൽ ലോകത്തെ നേതാവ്. ആളുകൾക്കിടയിൽ നിന്ന് നോക്കിയാൽ ഇത് നബിയാന്നറിയില്ല. നമ്മുടെ നാട്ടിൽ മൂല്യന്മാരെ നോക്കിയാൽ മൂല്യന്മാരെന്ന് അറിയണം, അപ്പോഴേ മൂല്യാരാകുള്ളൂ, അപ്പോഴേ നെലിയും ബലി ഉണ്ടാവുള്ളൂ എന്നുള്ളതാണ്. ഇതൊന്നും ദീനല്ല കൂട്ടരെ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സിദ്ദീഖ് റളിയല്ലാഹുവിനെ പോലെയാണ്, ബിലാൽ റളിയല്ലാഹുവിനെ പോലെയാണ്. എല്ലാരും പോലെ ഡ്രസ്സ്, എല്ലാരും പോലെ നടത്തം. പ്രവാചകൻ അള്ളാഹു കൊടുത്ത ശ്രേഷ്ഠതയാണ് ബാക്കിയെല്ലാം. ആദരവാണ് സഹാബാക്കൾ കൊടുത്തതൊക്കെ. അത് വേഷവിധാനത്തിലും ബാക്കിയുള്ളൊന്നല്ല. ഒരു മൗലവി പറഞ്ഞ പണ്ഡിതനാണ്, എല്ലാരും മാരിയാണ്. അല്ല മൂപ്പർക്കായിട്ട് വേറെ പച്ചപ്പോപ്പുണ്ട്. മൗലവിക്ക് പച്ചപ്പോപ്പുണ്ടെങ്കിൽ നാട്ടിലത്തെ എല്ലാവർക്കും പച്ചപ്പോപ്പ് പാടുണ്ട്. മൗലവിക്ക് തൊപ്പുണ്ടെങ്കിൽ ബാക്കിയുള്ളവർക്കും പാടുണ്ട്. മൗലവിക്കായിട്ട് വേറൊന്നുമില്ല. സാന്ദർഭികമായിട്ട് പറയാണ്. പ്രവാചകനെ പറ്റി ചോദിച്ചു, ഇതിൽ ആരാണ് മുഹമ്മദ്? മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഞാനാണ്. അല്ല, അദ്ദേഹം ചോദിച്ചു, ഞാൻ നിങ്ങളെപ്പറ്റി കേട്ടു, നിങ്ങളുടെ ആശയവും കേട്ടു, എനിക്കത് സത്യമാണ് എന്ന് ബോധ്യമായി. നിങ്ങൾക്ക് എന്താണ് എന്നോട് പറയാനുള്ളത്? ഒരു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅശ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് മനസ്സിൽ ഉറപ്പിച്ച് പറയണം, പ്രഖ്യാപിക്കണം. അദ്ദേഹം അത് പ്രഖ്യാപിച്ചു. പ്രഖ്യാപിച്ച് ഏതാനും മിനിറ്റുകൾ കഴിഞ്ഞപ്പം ഒട്ടകത്തിന്റെ മുകളിൽ താഴത്തേക്കാണ് വീണു. ആ വീഴ്ചയിൽ അദ്ദേഹം മരിച്ചു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നീട് പറഞ്ഞ വാചകം നമുക്ക് ശരിക്ക് ആനന്ദക്കണ്ണീരുണ്ടാവും. പ്രവാചകന്റെ വാക്ക് സഹാബാക്കളുടെ, ഇഗ്സിലൂഹു ബിമാഇൻ വസിദിൻ, അദ്ദേഹത്തെ നല്ല ശുദ്ധമായ വെള്ളം കൊണ്ട്, താളിവെള്ളം കൊണ്ട് കഴുകി വൃത്തിയാക്കൂ. വകഫിനൂഹു ഫീ തൗബൈ, ഹാജിമാരെ ചെയ്യുന്നത് പോലെ 2 വസ്ത്രങ്ങൾ കൊണ്ട് അദ്ദേഹത്തെ കഫൻ ചെയ്യൂ. വലാ തുഖമ്മറൂ റഅസഹു, എല്ലാവരുടെയും മുഖവും തലയും മറമാടുന്ന സമയത്ത് മറക്കാറുണ്ടല്ലോ, അദ്ദേഹത്തിന്റേത് മറക്കേണ്ടതില്ല. അള്ളാഹുവിന്റെ കൽപ്പനയാണ്, മറക്കേണ്ടതില്ല. ഫഇന്നല്ലാഹ യബ്അസു യൗമൽ ഖിയാമത്തി മുലബ്ബിയ, അദ്ദേഹം നാളെ പരലോകത്ത് ഉറക്കെ അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് വരും നാളെ പരലോകത്ത്. അത് ഞാൻ കാണാൻ ഇഷ്ടപ്പെടുന്നു. ഒരു വക്ത് നിസ്കാരം പോലും നിർവഹിക്കാത്ത വ്യക്തി നാളെ പരലോകത്ത് അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹ് ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക് എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് നാളെ പരലോകത്ത് വരും എന്ന് അല്ലാഹുവിന്റെ വഹയുണ്ട്. ഇതാണ് ആഖിബത്ത് എന്ന് പറഞ്ഞാൽ, വിശ്വാസിയായി മരിക്കാൻ. അത് എന്തിനങ്ങനെ പറയണറിയോ? ഇങ്ങനെയും മരണമുണ്ടാകും. തുടക്കത്തിൽ ഇങ്ങനെ ഈമാനിൽ വന്ന് ഏതെങ്കിലും കൂട്ടുകെട്ടിലോ എവിടെയെങ്കിലൊക്കെ നമ്മൾ പോയി പെട്ട് അവസാനം തിരിച്ചു കിട്ടാതെ ബാപ്പിയും വല്യാപ്പാരും നമ്മളെ ചെറുപ്പകാലം നല്ല ദീന് പോയി അവസാനം ആത്മഹത്യ, കള്ളുശാപ്പോ, വ്യഭിചാരശാല, നിഷേധോ, നിസ്കരിക്കാത്ത അവസ്ഥയോ, തോന്നിയാസോ എവിടെങ്കിലും പോയി ഓവുചാലില് വീണോ അറ്റാക്ക് വന്നോ മരിക്കണ ഒരു അവസ്ഥയുണ്ടാവും. ശരിക്ക് നമ്മൾ അള്ളാഹിനോട് പ്രാർത്ഥിക്കണം. ആ പ്രാർത്ഥനയാണ് സഹാബാക്കൾ പറഞ്ഞ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നിരന്തരമായി പ്രാർത്ഥിക്കും. നമ്മൾ പ്രാർത്ഥിക്കേണ്ടതാണ്, നമുക്കറിയും. അല്ലാഹുമ്മ യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക്. യുവാക്കളെ പഠിക്കണം കേട്ടോ, മറക്കാതെ ഏത് ജോലി ചെയ്യുമ്പോഴും പ്രാർത്ഥിക്കണം. അല്ലാഹുമ്മ, പടച്ചോനെ, യാ മുഖല്ലിബൽ ഖുലൂബ്. അറിയാത്തൊരു നെറ്റ് അടിച്ചു നോക്കണം കേട്ടോ, ഖുതുബന്റെ റെക്കോർഡ് കിട്ടുമ്പോൾ അടിച്ചു നോക്കിയാൽ കിട്ടും. അല്ലാഹുമ്മ യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക്. ഒറ്റ വരിയുള്ളൂ, അല്ലാഹുമ്മ യാ മുഖല്ലിബൽ ഖുലൂബ്, ഹൃദയത്തെ മാറ്റിമറിക്കണ പടച്ചോനെ, സബ്ബിത് ഖൽബി അലാ ദീനിക്, മരിക്കണത് വരെ ഞങ്ങളുടെ ഹൃദയത്തെ ദീനിൽ ഉറപ്പിച്ചു നിർത്തണമേ. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ എങ്ങനെ ജീവിച്ചാലും മുഅ്മിനായി മരണപ്പെട്ടു പോകാനുള്ള തൗഫീഖ് നാഥാ നീ ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണമേ റഹ്മാനെ. അല്ലാഹുവേ, ലോകത്ത് എവിടെ വെച്ച് എങ്ങനെ മരണപ്പെടേണ്ടി വന്നാലും
ശിർക്കില്ലാതെ, ബിദ്അത്തില്ലാതെ, ഖുറാഫാത്തില്ലാത്ത ധീര മുവഹിദുകളായി ജീവിച്ച് മരണപ്പെട്ടു പോകാൻ നാഥ നീ ഞങ്ങൾക്ക് തൗഫീക്ക് നൽകണമേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് നീ സ്വർഗം നൽകി അനുഗ്രഹിക്കണമേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളുടെ കുടുംബജീവിതത്തിൽ സന്തോഷവും സമാധാനവും നൽകി നീ അനുഗ്രഹിക്കണമേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളുടെ കൂട്ടത്തിൽ ശാരീരികമായും സാമ്പത്തികമായും കുടുംബപരമായും ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആളുകളുടെ നാഥ, എല്ലാവരുടെയും പ്രയാസങ്ങൾ നീ ദൂരീകരിക്കണമേ റഹ്മാനെ. അല്ലാഹുവേ, തൊഴിൽ മേഖലയിൽ വല്ലാതെ കിട്ടാത്തതിന്റെ പേരിൽ ബുദ്ധിമുട്ടുന്ന ആളുകൾ, പരീക്ഷാ റിസൾട്ടുകൾക്ക് വേണ്ടി കാത്തിരിക്കുന്ന ഞങ്ങളുടെ മക്കൾ, വ്യത്യസ്തങ്ങളായ ജോലി സംബന്ധമായ പരീക്ഷകൾ എഴുതി അതിനുവേണ്ടി കാത്തിരിക്കുന്ന ആളുകൾ, റഹ്മാനായ നാഥ അവർക്കെല്ലാം സന്തോഷകരമായ പര്യാവസാനവും ഹലാലായ ജോലിയും നൽകി നീ അനുഗ്രഹിക്കണമേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളുടെ എല്ലാവരുടെയും വരുമാനങ്ങളിൽ നീ ഹലാലായ വർധനവ് നൽകുകയും ബർക്കത്ത് നൽകുകയും ചെയ്ത് അനുഗ്രഹിക്കണമേ റഹ്മാനെ. അല്ലാഹുവേ, ലോകത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ കഷ്ടതകൾ അനുഭവിക്കുന്ന സാധുക്കളായ ഞങ്ങളുടെ സഹോദരങ്ങൾ, മറ്റുള്ളവരുടെ കൈകളാൽ അതിനിഷ്ഠൂരമായി പീഡിപ്പിക്കപ്പെടുന്ന സഹോദരങ്ങൾ, മരണപ്പെടുന്ന സഹോദരങ്ങൾ, എല്ലാവർക്കും നാഥ സമാധാനവും സ്വർഗവും നൽകി നീ അനുഗ്രഹിക്കണമേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളുടെ എല്ലാവരെയും അംബിയാ മുർസലീങ്ങളുടെ കൂടെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടണമേ റഹ്മാനെ. അല്ലാഹുവേ, SSLC അടക്കം +2 അടക്കം വ്യത്യസ്തങ്ങളായ പരീക്ഷകൾക്ക് റിസൾട്ടുകൾ കാത്തിരിക്കുന്ന ഞങ്ങളുടെ മക്കൾക്ക് നാഥ അവർക്ക് കൺകുളിർമ നൽകുന്ന നല്ല വിജയം നൽകി അനുഗ്രഹിക്കണമേ റഹ്മാനെ. اللهم اغفر للمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين 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 برحمتك يا أرحم الراحمين.